അൽവാരോ വാസ്ക്വസിൻ്റെ പുതിയ അപ്ഡേറ്റും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ പുതിയ പരിശീലനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിലെടുക്കാം. അത് തന്നെ ജംഷഡ്പൂർ എഫ് സി പരിശീലകൻ ഈ സീസണിലെ ആദ്യത്തെ വിദേശ പരിശീലകനെ മാറ്റിക്കൊണ്ട് പുതിയ പരിശീലകനെ ജംഷഡ്പൂർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരിശീലകനായിരുന്ന കോച്ചാണ് ഖാലിദ് ജമീൽ. എല്ലാവർക്കും അറിയായിരിക്കും. മുൻ IASL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹെഡ് കോച്ചായിട്ട് ഇന്ത്യൻ കോച്ചാണ് പരിശീലിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രകടനമാണ് അദ്ദേഹം സെമി വരെയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിനെ. പിന്നീട് അദ്ദേഹം ഐ ലീഗിലേക്ക് പോവുകയും ഐ ലീഗ് ഐസ്വാളിന് കോച്ചായിട്ട് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അവിടെ കപ്പ് നേടിക്കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജംഷഡ്പൂരിലെ ഹെഡ് കോച്ചായിട്ട് ഇന്ത്യൻ കോച്ച് വരുന്നത്. അദ്ദേഹത്തിന് ജംഷഡ്പൂരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് കണ്ടു തന്നെ അറിയണം. അടുത്തതായി അൽവാരോ വാസ്ക്വസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. മാർക്കസ് മെർഗലോ ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് പകരക്കാരനെയാണ് തേടുന്നതെന്നും അതുപോലെ തന്നെ ലൂണയ്ക്ക് പകരക്കാരനായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറെയാണ് നോക്കുന്നത്, അല്ലാതെ ഒരു സ്ട്രൈക്കറല്ല. അൽവാരോ വാസ്ക്വസ് ഒരു സ്ട്രൈക്കറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ മാർക്കസ് മെർഗലോ വ്യക്തമായി പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് അൽവാരോ വരാൻ സാധ്യതയില്ലെന്ന്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ 93% മുമ്പ് ആദ്യം ഈ റൂമർ പരക്കുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 50% ഡൗൺ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽവാരോ വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ സ്പാനിഷ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബാകാം. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ബംഗാൾ എത്താനാകാനാണ് സാധ്യത. എന്തായാലും കണ്ടു തന്നെ അറിയണം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അദ്ദേഹം തന്നെ അത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ ഇട്ടേക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് സ്ക്വാഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും, മാച്ചിനെ കുറിച്ചുള്ള.